നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. അഖിൽ NRD എന്ന യൂട്യൂബറെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നത്. വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹം ചെയ്ത ജീവിത പങ്കാളി മറ്റൊരാൾക്കൊപ്പം പോയിട്ടും അവളെ കുറ്റം പറയരുത് എന്ന് പറയുവാൻ കാണിച്ച അഖിലിന്റെ മനസ്സിന്റെ വലിപ്പത്തെ പ്രശംസിച്ചുകൊണ്ടാണ് ഫോളോവേഴ്സ് പറയുന്നത്. ഇത്രയും കാലം അഖിൽ നേടിയെടുത്തതെല്ലാം ഈ പക്വതയോടെയുള്ള പെരുമാറ്റത്തിലൂടെയാണ് എന്ന് പറയുന്നവരുമുണ്ട്. പൊതുവെ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ് അഖിൽ. പക്ഷേ തനിക്ക് കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു ഇതിലേക്ക് വന്നത്. പഠനം പൂർത്തിയാക്കിയപ്പോൾ മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് അല്ല തന്റെ പാഷൻ എന്ന് തിരിച്ചറിഞ്ഞ അഖില് ആ ജോലി വേണ്ട എന്ന് വെച്ചാണ് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് തിരിഞ്ഞത്. വിവാഹത്തിന് ശേഷമാണ് സിനിമയിലേക്കുള്ള അഖിലിന്റെ അരങ്ങേറ്റം. ജയറാമും കാളിദാസ് ജയറാമും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ആശകൾ 1000 എന്ന ചിത്രത്തിൽ നല്ലൊരു വേഷം ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം കുറിച്ചത്. ഇതിന് ശേഷമാണ് മഹാരാജ ഹോസ്റ്റൽ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരായുള്ള അവസരം ലഭിക്കുന്നത്. സിനിമയിൽ അങ്ങനെ സജീവമാകുന്നതിന് ഇടയിലാണ് അഖിലിന്റെ സ്വകാര്യ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന് ഉണ്ടാവുന്നത്. പക്ഷേ ഇതും ഞാൻ അതിജീവിക്കും എന്നാണ് അഖിൽ NRD പറഞ്ഞത് എന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്. ഇനിയൊരു ബ്രേക്കിന് ശേഷം മാത്രമേ അഖിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്ന കാര്യം. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വളരെ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ പെൺകുട്ടി ഇപ്പോൾ കൂടെ പോയ ആളുമായി 1 വർഷമായി റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത്. അയാൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുവാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അഖിലുമായി വളരെ നീണ്ട വർഷത്തെ പ്രണയത്തിന് ഒടുവിലായിരുന്നു മേഘയുടെ കല്യാണം നടന്നത് എന്നുമാണ് ശ്രദ്ധേയമായ കാര്യം. പൊതുവെ നാണക്കാരനായ വ്യക്തിയാണ് അഖില്. ചാറ്റ് ചെയ്യുവാൻ അത്രയും ഷൈൻ ആവശ്യം വേണ്ടല്ലോ എന്നുമാണ് അഖിൽ ഒരു വീഡിയോയിലൂടെ അഭിമുഖത്തിൽ പറയുന്നത്. അഖിലിന്റെ വീട്ടിൽ നിന്നും അധികം അകലെയല്ല മേഘയുടെ താമസം. എന്നിട്ടും ഇവർ തമ്മിൽ പരിചയപ്പെടുവാൻ സോഷ്യൽ മീഡിയ വേണ്ടി വന്നു. മിണ്ടുന്നതിന് മുൻപ് മേഘയെ അഖിൽ കണ്ടിരുന്നില്ല, അച്ഛനെ കണ്ടിട്ടുണ്ട്. പരിചയപ്പെട്ട ശേഷമാണ് ആരുടെ മകളാണ് മേഘ എന്ന കാര്യം അഖിൽ മനസ്സിലാക്കുന്നത്. ചാറ്റിലൂടെയുള്ള പരിചയം ഫോൺ വിളിയിലൂടെ കൂടുതൽ അടുക്കുവാനുള്ള അവസരവും തുറന്നു നൽകി. വിവാഹം ചെയ്യണം എന്ന ആഗ്രഹം വീട്ടിൽ പറയുമ്പോൾ തുടക്കത്തിൽ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അഖിൽ NRD പറയുന്നുണ്ട്. പിന്നീട് 2 വീട്ടുകാരും സമ്മതിക്കുകയായിരുന്നു. അവർ പരസ്പരം സംസാരിച്ചു, അങ്ങനെ വിവാഹത്തിലേക്ക് എത്തി. എന്നെപ്പോലെ അത്യാവശ്യം ഇൻട്രോവേർട്ടാണ് മേഘയും. എന്നെപ്പോലെ തന്നെയാണ്, എന്നാൽ എന്നെക്കാളും ധൈര്യശാലിയാണ് മേഘയെന്നും അഭിമുഖത്തിൽ അഖിൽ NRD പറയുന്നുണ്ട്. അതുപോലെ തന്നെ അയൽവാസികളിൽ പലരും പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടിയുടെ അമ്മയും 2ാമത് വിവാഹം ചെയ്ത വ്യക്തിയാണെന്നാണ് പറയുന്ന കാര്യങ്ങൾ. അഖിലിന്റെയും മേഘയുടെയും കല്യാണത്തിന് മേഘയുടെ സ്വന്തം അച്ഛനും അമ്മയുടെ 2ാമത്തെ ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേഘയ്ക്ക് മുൻപും റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളും പറയപ്പെടുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തന്റെ ജീവിതത്തിൽ ചില പാളിച്ചകൾ വന്നിട്ടുണ്ട് എന്ന് അഖിലും സമ്മതിച്ചിരുന്ന കാര്യമാണ്. അടുത്തിടെ അഖിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുൻപ് പാർട്ട്ണറാകാൻ പോകുന്ന ആളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചു നാള് ഒപ്പം താമസിക്കണം, എന്നിട്ട് പരസ്പരം ഒത്തുപോകാൻ പറ്റുമെങ്കിൽ മാത്രം കല്യാണം കഴിക്കാവുള്ളൂ എന്നാണ് അഖിൽ പറയുന്ന കാര്യങ്ങൾ. ഇങ്ങനെ പറയുവാൻ കാരണം ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നതാണ് വരുന്ന വിമർശനങ്ങൾ. അതുപോലെ ഇന്ന് ശ്രദ്ധേയമായ ഒരു കാര്യം, മേഘ ഈ വിഷയത്തിൽ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒരു വിശദീകരണം നൽകാൻ ശ്രമം നടത്തി എന്നതാണ്. എന്നാൽ അത് മിനിറ്റുകൾക്കകം ഡിലീറ്റ് ആക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങളും ജീവിതത്തിലെ വീഴ്ചകളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതും ചെയ്യുന്ന പ്രവണതയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടനും ഇൻഫ്ലുവൻസറുമായ കാർത്തിക് ശങ്കർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇൻഫ്ലുവൻസറായ അഖിൽ NRDയുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളുടെയും സൈബർ പ്രചരണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കാർത്തിക്കിന്റെ ഈ പ്രതികരണം. ഒളിച്ചോട്ടം പോലുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് ഒരു ദേശീയ തലത്തിലുള്ള വിഷയം പോലെ ആഘോഷിക്കപ്പെടുന്നത് മോശമായ പ്രവണതയാണെന്നും കാർത്തിക് ശങ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യക്തിജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിനുള്ളിൽ നടക്കുന്ന അസ്വാരസ്യങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാൾ മോശമായ വേറൊന്നും ഇല്ലെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇതേ വിഷയത്തിൽ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്ന പലരും വെച്ച് വിമർശിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഒളിച്ചോട്ടം അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ദേശീയ പ്രശ്നമാകാൻ സാധ്യതയുണ്ടെന്ന്. ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നിലും പ്രതികരിക്കാത്ത ആളാണ്. ഞാൻ ഈ സൈസ് ഒന്നും എടുക്കാറില്ല. പക്ഷേ വ്യക്തിജീവിതത്തിൽ അയാളുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ഒരു മോശം കാര്യം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാമുകനും കാമുകയും തമ്മിലുള്ള ബന്ധത്തിൽ ചീറ്റിംഗ് നടന്നാൽ വേണമെങ്കിൽ അത് ബ്രേക്കപ്പ് പറഞ്ഞു പോകാം. പ്രശ്നം അവിടെ കഴിഞ്ഞു. എത്ര ദിവസം വേണമെങ്കിലും ഇരുന്ന് കരയാം.
പ്രശ്നങ്ങൾ തീർക്കാം. പക്ഷേ കുടുംബജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ആളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. അവിടെ ഒരാൾ മാത്രമല്ല ഉള്ളത്, അവിടെ കുടുംബമുണ്ട്, മറ്റു ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ ഇരുന്ന് വിഷമിക്കാൻ പോലും ഉള്ള സൗകര്യം ഉണ്ടെന്ന് വരികയില്ല. ഇവരെ ഒരാൾ ചെയ്ത തെറ്റിന് അയാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. CCTV വിഷ്വൽസ് കാണിക്കുന്നു, പ്രചരിപ്പിക്കുന്നു, പറ്റുന്നതിന്റെ മാക്സിമം പ്രചരിപ്പിക്കുന്നു. അയാൾക്ക് ഒരു കുടുംബമുണ്ട്, സഹോദരനും കസിൻസും ഒക്കെ ഉണ്ടാകും. അവർക്കെല്ലാം വളരെ മോശമായ ഒരു ഇമ്പാക്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. സമൂഹത്തിന് ദോഷമുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മകൾ ചെയ്യേണ്ടത് കാര്യങ്ങളാണെങ്കിൽ ഓക്കെ. ഇത് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്തിനു നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഈ ചർച്ച ചെയ്യുന്ന ഒരു 90% എങ്കിൽ പേരും കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ പറയുന്നത്? എനിക്ക് ഈ പറയുന്ന ആളുകളെയോ ആളുകളുടെ ഭാര്യയോ അറിയുന്ന കാര്യമല്ല. പണ്ട് എപ്പോഴോ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്, മറുപടി നൽകിയിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് ഒരു പരിചയം ഇദ്ദേഹത്തെ കുറിച്ച് ഇല്ല. ഏറ്റവും എനിക്ക് പറയാനുള്ളത് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവരെ കുറിച്ചാണ്. കമന്റിൽ ഒരുപാട് പേർ പറഞ്ഞു ഇതിനെപ്പറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന്. ആരാണ് ഇത് പറയുന്നത്? പറയുന്നവരെ വേണം ആദ്യം അടിക്കാൻ. വേറൊരുത്തന്റെ കുടുംബത്തിൽ നടക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യണമെന്ന് അത് അറിയുവാൻ ആർക്കാണ് ഇത്രയും താല്പര്യം? ഒരു സെലിബ്രിറ്റിയുടെ നല്ല കാര്യങ്ങൾ അറിയുവാൻ നമുക്ക് താല്പര്യം കാണും. പക്ഷെ അയാൾക്കും നമുക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇത്രയും ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാം. സോഷ്യൽ മീഡിയ പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മറ്റു ചിലർ ഉണ്ടാകുന്നത് ഇവിടെ നമ്മൾ നിശബ്ദത പാലിക്കണം എന്ന് അറിയപ്പെടുന്ന രീതിയിലാണ്. ഇത്രമാത്രം എനിക്ക് പറയാനുള്ളൂ എന്നുമായിരുന്നു കാർത്തിക് ശങ്കർ പറഞ്ഞത്.